ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ മലയാളം ടെലിവിഷൻ പ്രേമികളെ കണ്ണീരാഴ്ത്തിക്കൊണ്ട് ഒരു ദുഃഖവാർത്ത വന്നിരിക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം സീരീസ് അവസാനിക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് ഒരുപാട് വികാരഭരിതമായിട്ടുള്ള എപ്പിസോഡുകളിലൂടെ കടന്നുപോയ ഈ ഒരു സീരിയലിന്റെ ക്ലൈമാക്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ പുതിയ പ്രമോയ്ക്കകത്തും ആ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ച് കുറച്ച് നാളോടെ ഈ ഒരു സീരിയൽ മുന്നോട്ട് പോകുന്നത്. അതിനുപറ്റി സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഈ ഒരു സീരിയലുണ്ട്. എന്തൊക്കെയാണ് സ്വാതന്ത്ര്യം ഇപ്പോൾ വെട്ടിമുറിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. കണ്ണന്റെ ഭാഗം സ്വത്തിന്റെ ഭാഗം ചോദിച്ചപ്പോൾ തന്നെ സ്വാതന്ത്ര്യം വീട് വീതിക്കണം എന്നുള്ള വാദത്തിലോട്ട് എത്തിയിരിക്കുകയാണ് ബാലേട്ടനടക്കം എല്ലാവരും. ഇന്നത്തെ പുതിയ പ്രമോയിൽ നമുക്ക് അത്തരം രംഗങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് കണ്ണൻ സ്വാതന്ത്ര്യം വീട്ടിലോട്ട് കയറി വരുമ്പോൾ മുറ്റത്ത് നമ്മുടെ ദേവൂട്ടിയും അവിടെ പോയി അപ്പു നിൽപ്പുണ്ടായിരുന്നു. ഉടൻ തന്നെ ദേവൂട്ടി കൊച്ചെന്ന് വിളിച്ച് കണ്ണന്റെ അടുത്തോട്ട് ഓടി ചെല്ലുന്നുണ്ട്. ആ ഒരു സമയത്തായിട്ട് നമ്മുടെ അപ്പു ദേവുട്ടിയുടെ കൈക്ക് പിടിച്ച് വലിച്ചിട്ട് പറയുകയാണ്, അത് നിന്റെ കൊച്ചനൊന്നുമല്ല, നീ കൊച്ചനാന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നീ എൻ്റെ നല്ല അടി വാങ്ങിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതും കേട്ട് വിഷമിച്ച് പോകുന്ന ദേവുട്ടിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആ ഒരു സമയത്ത് കണ്ണൻ റൂമിൽ പോയി വാതിലടയ്ക്കുകയാണ്. എന്തായിരിക്കും ഇനി കണ്ണൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരെല്ലാം തന്നെ. എന്തൊക്കെയാണ് ഒരു നല്ല രീതിയിൽ തന്നെ സീരിയൽ അവസാനിപ്പിക്കണം എന്നാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ എല്ലാവരും സ്വാതന്ത്ര്യം എന്ന വീട് തന്നെ ചന്നം ഭിന്നമായിട്ട് അല്ലെങ്കിൽ ഭാഗം വെച്ച് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള വഴിക്ക് പോകുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ. ഇനി ഒരുപക്ഷെ ഭാഗം വെച്ചാലും അതിൽ കൂടുതൽ ഭാഗം കൊടുക്കേണ്ടത് ഹരിക്ക് തന്നെയാണെന്ന് ബാലേട്ടൻ ദേവിയോട് പറയുന്നുണ്ട്. അങ്ങനെയാകാനും സാധ്യതയുണ്ട്. അതൊക്കെയാണ് ദേവുട്ടിയുടെ കാര്യത്തിലും കണ്ടു തന്നെയാണ്. ഇപ്പോൾ ദേവുട്ടി അച്ഛന്ന് വിളിക്കുന്ന ബാലേട്ടനെ അതോടൊപ്പം അമ്മ എന്ന് വിളിക്കുന്നത് ദേവിയടത്തെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇനി അവർക്കൊരു കുഞ്ഞുണ്ടായി അവരും ഒരു ഫാമിലി ആയിട്ട് മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുകയില്ല. എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയാം. വരും ദിവസങ്ങൾ എന്തായിരിക്കും നമ്മുടെ സാന്ത്വനം എന്ന് പറയുന്നത് ക്ലൈമാക്സിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രമോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ ഒരു പ്രമോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ സാന്ത്വനം എന്ന് പറയുന്നത് എല്ലാവരും എപ്പിസോഡ് പ്രമോ റിവ്യൂസും അതും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.